ഏറാമല ഗ്രാമപഞ്ചായത്തിൽ LDF നേതൃത്വത്തിലുള്ള പ്രസിഡന്റ് അധികാരത്തിൽ വരുമെന്ന് RJD നേതാവ് മനയത്ത് ചന്ദ്രൻ പറഞ്ഞു. വർഗീയതകൾക്കെതിരായുള്ള രാഷ്ട്രീയമാണ് LDF ജനങ്ങൾക്ക് മുന്നിൽ വയ്ക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് 8 വടക്കൻ ജില്ലകളിൽ 11-ാം തീയതിയാണ് വോട്ടെടുപ്പ്. 13-ാം തീയതി വോട്ടുകൾ എണ്ണുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ പ്രതീക്ഷയിലാണ്. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തും വടകര ബ്ലോക്ക് പഞ്ചായത്തും നിലവിൽ LDF നേതൃത്വത്തിലുള്ള ഭരണസമിതികളാണ് നിലവിലുള്ളത്. വടകര മണ്ഡലത്തിൽ വടകര മുനിസിപ്പാലിറ്റിയിലും ചോറോട് പഞ്ചായത്തും LDF ആണ് ഭരിക്കുന്നത്. അത് നിലനിർത്തും. ജില്ലാ പഞ്ചായത്തും വടകര ബ്ലോക്ക് പഞ്ചായത്തിന് പുറമെ വടകര നിയോജക മണ്ഡലത്തിലെ 4 പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും വളരെ സൂക്ഷ്മമായി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ പരിശോധിച്ചതിൽ വടകര മുനിസിപ്പാലിറ്റിയും ചോറോട് പഞ്ചായത്തും LDF നിലനിർത്തും. മറ്റ് 3 പഞ്ചായത്തുകളും ഏറാമല, അഴിയൂർ, ചോറോട് ഇത്തവണ LDF അട്ടിമറി വിജയം നേടും. ഏറാമല പഞ്ചായത്തിൽ 21 വാർഡുകളാണുള്ളത്. ഭൂരിപക്ഷം വാർഡുകളിലും RJD, CPM, CPI സ്ഥാനാർത്ഥികൾ വിജയിച്ചു വന്ന് ഇത്തവണ ഏറാമല പഞ്ചായത്തിൽ LDFൻ്റെ ഒരു പ്രസിഡന്റ് അധികാരത്തിൽ വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവിടെ നടക്കുന്ന പോരാട്ടം ഓരോ വാർഡിലെയും വോട്ടർമാരുടെ സ്ഥിതിഗതികൾ പരിശോധിച്ചുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അതുപോലെ അഴിയൂരും മുഞ്ചിയും വിജയിച്ചു വരും എന്ന് തന്നെയാണ് ഞങ്ങളുടെ കണക്കൂട്ടൽ. ഈ പ്രാവശ്യം ഉള്ളൊരു പ്രത്യേകത, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഘടകകക്ഷികളെല്ലാം വളരെ സൗഹാർദ്ദത്തോടുകൂടി സീറ്റ് വിഭജനം വളരെ നല്ല നിലയിൽ പൂർത്തീകരിക്കുകയും ഒരു മനസ്സോടുകൂടി മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. എണ്ണയിട്ട യന്ത്രം പോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് സംവിധാനം ഊർജ്ജസ്വലമായി മുന്നോട്ട് പോവുകയാണ്. പ്രത്യേകിച്ചും ഇത്തവണ വോട്ടർമാരെ സമീപിക്കുന്നത് LDFന് ആ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന CPM എല്ലാവരും വളരെ വ്യക്തമായ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടോടുകൂടിയാണ്, വ്യക്തമായ രാഷ്ട്രീയം ജനങ്ങളോട് പറഞ്ഞുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ അഭിസംബോധന ചെയ്യുന്നത്. അത് മതനിരപേക്ഷമായ ഒരു രാഷ്ട്രീയമാണ്, മതസൗഹാർദ്ദത്തിൻ്റെ രാഷ്ട്രീയമാണ്, വിശ്വാസ സമൂഹത്തോട് ആദരവ് പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയമാണ്. അതോടൊപ്പം വർഗീയവാദികൾക്കെതിരായിട്ടുള്ള ഒരു ജനകീയ മുന്നേറ്റം എന്ന നിലയിലാണ്. അത് ന്യൂനപക്ഷ വർഗീയതയായാലും ഭൂരിപക്ഷ വർഗീയതയായാലും അത് നാടിൻ്റെ സമാധാനം തകർക്കാനും വികസനം മുരടിപ്പിക്കാനും മാത്രമേ ഉപകരിക്കുകയുള്ളൂ എന്നതുകൊണ്ട് ജനപക്ഷത്ത് നിന്നുകൊണ്ട് മതനിരപേക്ഷമായ ഒരു സമീപനം സ്വീകരിച്ചുകൊണ്ട് ആ രാഷ്ട്രീയമാണ് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും രാഷ്ട്രീയ പ്രവർത്തകന്മാർ പ്രസ്താവനകൾ ഇറക്കും. മഹാത്മാഗാന്ധി അവസാന ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, ജാതിയെക്കുറിച്ച്, അധികാര വികേന്ദ്രീകരണത്തെക്കുറിച്ച്, സ്ത്രീ സമത്വത്തെക്കുറിച്ച് പല അഭിപ്രായങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഗാന്ധിജി പറയുകയാണ്, പക്ഷേ എൻ്റെ നിലപാട് ഏറ്റവും അവസാനം അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞതാണ് എന്ന് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്. ചാതുർവർണ്ണത്തെ ന്യായീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഗാന്ധിജിക്കെതിരെ ആൾക്കാർ കലാപം നടത്തുകയും ആക്ഷേപം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അവസാന സന്ദർഭത്തിൽ
അദ്ദേഹം അതിനെയെല്ലാം തള്ളിപ്പറഞ്ഞുകൊണ്ട് ശരിയായ ഒരു നിലപാട് അനുഭവത്തിൻ്റെയും ഇന്ത്യയുടെ പരിസ്ഥിതിയുടെയും സാഹചര്യത്തിൻ്റെയും അടിസ്ഥാനത്തിൽ സ്വീകരിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ, രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ പല സന്ദർഭങ്ങളിലും അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ഇവിടുത്തെ രാഷ്ട്രീയമായ നിലപാട് ഞാൻ അവസാനം പറഞ്ഞ നിലപാട് തന്നെയാണ് എന്ന് ഇവിടെ സൂചിപ്പിക്കാൻ കൂടി ഞാൻ ആഗ്രഹിക്കുന്നു. നേരത്തെ നടത്തിയ പ്രസ്താവനകൾ അനവസരത്തിൽ പ്രയോഗിക്കുന്നുണ്ട് എന്നതുകൊണ്ടാണ് ഞാൻ അത്തരമൊരു വിശദീകരണം നൽകുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ വേണ്ടി RJDയും മുന്നണി പ്രവർത്തകരും ഒറ്റക്കെട്ടായി രംഗത്ത് വന്നിരിക്കുന്ന സാഹചര്യത്തിൽ വിജയം ഉറപ്പുവരുത്തുന്നു എന്നത് ഈ സന്ദർഭത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.